അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ എത്തിക്ക് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ചക്കക്കൂന്, അതായത് കൂന് എന്നൊക്കെ പറയില്ലേ, ചക്കൻ്റെ പച്ച ചക്കൻ്റെ ഈ ചോളനുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് ഈ സാധനം പിന്നെന്താ നിങ്ങളടുക്കൊക്കെ പറയാമെന്ന് എനിക്കറിയാം. അപ്പാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണെന്നറിയാം, കുറച്ച് ചക്കക്കുരുണ്ട്. ചക്കക്കുരും ഈ കൂഞ്ഞിയും കൂടി നമുക്കൊരു തോരൻ വെക്കാം. അതാണ് ഇപ്പം ഇന്നത്തെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനൊരു നല്ല പച്ചച്ചക്ക കിട്ടിയിട്ടാണ് ഉണ്ടാക്കാനെന്ന് വിചാരിച്ച് കുറേ ആയി നിൽക്കണം. അപ്പം ഈ ചക്കക്കുരു ഇതിൻ്റെ ഏകദേശം അതേ ഷേപ്പിൽ തന്നെയാണ് ഇത് അരിഞ്ഞിട്ടുള്ളത്. ഇതാണ് ഈ സാധനമാണ്. ഇത് നിങ്ങളെ നാട്ടിലേക്ക് എന്താണ് പറയാമെന്നൊന്ന് കമൻ്റ് ഇടുകയാണ്. അപ്പം ഇത് നമുക്കണ്ട് വെക്കാം. ഇതൊക്കെ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചാണ്. നമുക്കിപ്പോൾ അത്രയും മതി. ഇന്ന് ബാക്കിയൊരു കഷ്ണം കൂടി ഉണ്ട്, അതിപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അപ്പം നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ കഴുകി വെച്ച ഇത് ചിരകി ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയ ചക്കക്കുരു ഈ കുക്കറിലേക്ക് കണ്ടിടുക. ഒറ്റ വിസിലടിക്കുമ്പോൾ കണ്ടെടുക്കുക, പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാട്ടോ. ഇതാ, പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? കുറച്ച് പറഞ്ഞതിൻ്റെ ശേഷാട്ടോ ചോദിക്കണേ. സുഖാന്ന് വിചാരിക്കണ എല്ലാവർക്കും. അപ്പം അത് അങ്ങനത്തെ ഒക്കെ നല്ലതാണ്. അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കാനും ചോറിന് കഞ്ഞിക്കൊക്കെ പറ്റിയൊരു അടിപൊളി തോരൻ. അപ്പം ഞാൻ ഇത് രണ്ടും ഇതിലേക്കിട്ട് കുറച്ച് കല്ലുപ്പിട്ട്, കല്ലുപ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിലന്ന് പൊടിപ്പുണ്ട്, പക്ഷെ ഞാൻ കല്ലുപ്പ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരു വിസിലിനുള്ള വെള്ളം ഒഴിച്ചാൽ, തോന ഒഴിക്കണ്ട. അപ്പം അത് ഒന്ന് വിസിൽ വരുത്തട്ടാ. അപ്പം നമുക്ക് ഇതിലേക്ക് അരപ്പാണ് കാണിക്കണത്. കാന്താരി മുളക്, ചുമന്ന ഉള്ളി, അരമുറിൻ്റെ താഴെ ഒരു മുറി തികട്ടില്ല തേങ്ങ. അപ്പം ഇതൊന്ന് ഒതുക്കിയെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, ഒരു പിഞ്ച്. അപ്പം നമ്മളെ ചക്കക്കുരും കൂഞ്ഞിയും കൂടി ഒക്കെ പിന്നെ എന്താണ് വിസിൽ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചട്ടി വെച്ചു. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിലൊഴിച്ച് നമുക്കിത് ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് പൊട്ടി വരുമ്പോൾ, കടുക് പൊട്ടി വരുമ്പോൾ അടുത്തതൊക്കെ കണ്ട് ഇട്ടുകൊടുത്ത് നമുക്കണ്ട് വെച്ച് ഉഷാറായ ഒരു എന്താണ് തോരൻ പേര്. ഇതൊക്കെ ഞങ്ങൾ കുറേ മുമ്പ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതേ ഉണ്ടാക്കണ കെട്ടാങ്ങല ഭാഗത്തൊക്കെ എല്ലാവരും എന്നും ഉണ്ടാക്കലുണ്ട്. ചില ഭാഗങ്ങൾ ഇത് ഉണ്ടാക്കലുണ്ട്. നമ്മളെവിടെയൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കലുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടാക്കലുണ്ടോയെന്ന് അറിയില്ല. അപ്പം ഇത് ഈ വീഡിയോ കണ്ട് എല്ലാവരും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കല്. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയില്ല. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യും, അല്ലാത്ത ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ കടുക് പൊട്ടി. കറിവേപ്പിൻ്റെ ഇല ഇട്ട്, വറ്റൽമുളക് ഇട്ടിട്ടാ ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ തീയൊന്ന് കുറച്ചിട്ട് നമ്മളെ ഇത് അവിടെ ആവിയൊന്ന് കിടക്കുന്നുണ്ടാകും, തുറക്കട്ടെ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കി. വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതണ്ട നല്ല പാകത്തിന് വെന്ത് വന്നു. ഇനി അടുത്തത് നോക്കിയോളി. അപ്പം നമ്മളെ കടുകൊക്കെ പൊട്ടി റെഡിയായി. ഇതണ്ട, ഇത് വേവ് കയറിയിട്ടൊന്നുമില്ല, പാകത്തിന് കിട്ടിയിരിക്കുന്നു. നമ്മൾ നല്ലത് ഒട്ടിയിട്ടൊന്നുമില്ല.
നമ്മളെ വെള്ളമൊക്കെ അതിൽ വെച്ച് പാകമായി. നമുക്ക് അരപ്പിടുക, തീ കുറച്ച് വെക്കാം. അരപ്പിടുക. നമുക്ക് ഇതിൻ്റെ കൂടെ എന്താണെന്നല്ലേ, കറി മുരിങ്ങ താളിപ്പ്. അതാണ് ഇന്നത്തെ കറി, താളിപ്പും തോരനും. പിന്നെ മീനുണ്ട് കേട്ടോ, മീൻ പൊരിക്കാൻ വെച്ചിണ്. ഇന്നിപ്പോൾ ലേശം പച്ചമീൻ കിട്ടിയിരുന്നു. എന്നും നമ്മൾ ഉണക്കമീനാണ്. ഷിനുവിനൊക്കെ ദേഷ്യം വരൽ തുടങ്ങി ഉണക്കമീൻ തന്നിട്ട്. അപ്പം ഇന്ന് മോനൊന്ന് പണിക്ക് പോയി. അപ്പം ലേശം മത്തി കൊണ്ടുവന്ന് ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പൊരിച്ചെടുത്താൽ മതി. അപ്പം അതുമാണ് ഇന്നത്തെ കറികൾ കേട്ടോ. കണ്ടില്ല നിങ്ങൾ? ഇല്ല, അങ്ങനെ ഉണ്ട്. ഉടയാതെ എങ്ങനെ ഇളക്കിയാൽ മതി. എന്താ ഇതിൻ്റെ ടേസ്റ്റ് അറിയാം? നിങ്ങൾ ഇത് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടാ. നല്ല അടിപൊളി ടേസ്റ്റാ മക്കളെ. നിങ്ങൾ ഇങ്ങനത്തെ പണ്ടത്തെ കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൂട്ടി നോക്കി, ഇങ്ങനെ ഉണ്ടാവും എന്നറിയാലോ. ഇനി ഒന്നും ആവി അറിയാൻ മതി. നമ്മളെ ഈ അരപ്പ് ഒന്ന് ആവി അറിയട്ടെ. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വെച്ചതായാലും ഇത് വേവ് ഏറിയിട്ടില്ല. നല്ല ഇതുണ്ടാവും, ഒലർന്ന് നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഒറ്റ വിസിലിന് വാങ്ങി വെക്കുക, എന്നിട്ട് തുറക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഒന്നാണ്ട് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഞാൻ കല്ലുപ്പാട്ടീനെ, പിന്നെ അതിൽ ഉപ്പ് ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെറുതെ പറയല്ലോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് വിളിയിട്ടാണ്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം മുരിങ്ങ താളിപ്പ്, മീൻ പൊരിച്ചത്, മത്തി, ഇതും ഇന്നത്തെ കറിയിട്ടാ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം എല്ലാവരോടും, നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ഇപ്പം ഈ കാണുന്ന മാതിരി അല്ല കേട്ടോ, ഇത് കുറച്ചും കൂടി മഞ്ഞ കളറുണ്ട്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അറിയാം അത് മഞ്ഞ കളർ ഇതിൽ തോന്നണില്ല, പക്ഷെ അത് ആവശ്യത്തിന് മഞ്ഞ കളറുണ്ട്. വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് വിടുക. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.